നാട്ടാനകൾ കുറഞ്ഞത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി ആനപ്രേമി സംഘം. സംസ്ഥാനത്ത് എഴുന്നള്ളിപ്പ് നടത്തുന്ന ആനകളുടെ എണ്ണം കുറഞ്ഞതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. ഭയങ്കര പ്രശ്നമാട്ടോ. 700-ലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ നിലവിൽ 390 ആനകൾ മാത്രമാണുള്ളതെന്നും ഇതിൽ 290 ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എണ്ണം കുറഞ്ഞതോടെ വിശ്രമം നൽകാതെ ആനകളെ കൂടുതൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നു. ചൂടുകൂടി വർദ്ധിച്ചതോടെ ആനകൾ ഇടയുന്നത് പതിവായി. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ആനകൾക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല. സമീപത്ത് DJ സൗണ്ട് സിസ്റ്റം, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്ത്, പള്ളിപ്പെരുന്നാൾ, പള്ളി നേർച്ച എന്നിവ നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആന എഴുന്നള്ളത്തിനിടയ്ക്ക് വരുന്ന അപകടങ്ങൾ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏകദേശം 300ഓളം ആനകളെ വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇത് നിലവിലുള്ള ആനകൾക്കപ്പോൾ വിശ്രമക്കുറവുണ്ട്. അതിനൊരു പരിഹാരം വേണമെങ്കിൽ ആനകൾ കേരളത്തിലേക്ക് ഇനിയും ആനകൾ വരേണ്ടതുണ്ട്. മാത്രമല്ല തലപൊക്ക മത്സരം, അതുപോലെ തന്നെ ഈ പറയുന്ന ആനകൾക്ക് സ്വീകരണം കൊടുക്കുന്ന പരിപാടി, വലിയ സൗണ്ട് സിസ്റ്റം, DJ ഉൾപ്പെടെയുള്ളവ ആനയുടെ മുന്നിൽ നിന്നും 1 കിലോമീറ്ററെങ്കിലും നീക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത്തരം പരിപാടികൾ ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തും കൂടി നമ്മൾ അനുഭവിച്ചു വരുന്നത്. കാരണം ഒരു 6 മാസത്തെ കാലയളവിലാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾ നടന്നു വരുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും കഴിഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും കരുതിക്കൂട്ടി ഉണ്ടാവുന്നതാണോ, അതോ ഇത് വിദേശ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റി ചില ആളുകൾ ഈ പൂരവും ഉത്സവവും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആനകൾ ഇടഞ്ഞതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് കുറവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, വടക്കയിൽ സ്വദേശി രാജൻ എന്നിവർ മരിച്ചത്. 30ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു.